കുഞ്ഞുനാളിൽ എനിക്കുണ്ടായിരുന്ന ഒരു വലിയ ചീത്തപ്പേരാണ് ചെറിയ വായിൽ വലിയ വർത്താനം പറയുന്നു എന്നത്. പിന്നെ ഇപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര കൊഞ്ചലാണ് എന്നുമായി. സോ ഏത് രീതിയിൽ വർത്താനം പറഞ്ഞാലും എങ്ങനെയൊക്കെ നമ്മൾ നമ്മളുടെ പെർസ്പെക്ടീവ്സ് മുന്നോട്ട് വെച്ചാലും ഇതിനൊക്കെ കുറ്റം പറയാനും നമ്മളൊരു പ്രശ്നക്കാരാക്കി കാണാനും ചുറ്റും ആളുകൾ ഉണ്ടാകും. സോ റീസെന്റ് നമ്മൾ കണ്ടിരുന്ന ഒരു ഇഷ്യൂ ആണ് ഒരു 10 വയസ്സുള്ള സിനി ആർട്ടിസ്റ്റിന്റെ എതിരെ വന്നിട്ടുള്ള ഒരു സൈബർ ബുള്ളിങ്ങും അതിനെ തുടർന്ന് അവരുടെ പാരന്റ്സ് കേസ് കൊടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായതും എല്ലാം. ഇത്തരം ബുള്ളിങ് അല്ലെങ്കിൽ ഇത്തരം എക്സ്പീരിയൻസസ് നമ്മൾ കുഞ്ഞുനാളിലെ തന്നെ നേരിടേണ്ടി വരുന്നത് എത്ര വലിയ പ്രശ്നങ്ങളാണ് അവർ വളർന്നു വരുന്തോറും അവരുടെ കരിയറിലാണെങ്കിലും അവരുടെ പേഴ്സണൽ ഡെവലപ്മെന്റിലും ഉണ്ടാക്കുക എന്നതിനെ പറ്റി ഈ ബുള്ളി ചെയ്യുന്നവർക്ക് വല്ല ധാരണയുണ്ടോ? സോ ബീങ് എ സൈക്കോളജിസ്റ്റ്, നമ്മളുടെ അടുത്ത് വരുന്ന ഒരു 80% കേസുകളും ഇപ്പോൾ അവർ നേരിടുന്ന പ്രശ്നങ്ങൾക്കെല്ലാം തുടക്കമിടുന്നത് അവരുടെ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസ് ആണ്. മുമ്പൊക്കെ നമ്മൾ കേൾക്കാറുള്ള ബുള്ളിങ് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ നമ്മളുടെ ഫിസിക്കൽ അപ്പിയറൻസിനെ ചൊല്ലിയിട്ടോ അല്ലെങ്കിൽ റേസിസം ഇത്തരം പ്രശ്നങ്ങളിലൊക്കെ നേരിട്ടുള്ള ബുള്ളിങ്ങുകളായിരുന്നു. എന്നാൽ ഇന്ന് സൈബർ ബുള്ളിങ് എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളിലേക്കും എത്തുന്നു എന്നുള്ളത് ഭയങ്കര വേദനാജനകമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ റീസെന്റ് ആയിട്ട് മഞ്ജിമ മോഹൻദാസ്, നമ്മുടെ പഴയ ചൈൽഡ് ആർട്ടിസ്റ്റും ഇപ്പോൾ സിനിമയിൽ സജീവവുമായിട്ട് നിൽക്കുന്ന മഞ്ജിമയുടെ ഒരു ഇന്റർവ്യൂ കാണാൻ ഇടയായി. സോ അതിന്റെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ചെറുപ്പത്തിലെ സിനിമയിലേക്ക് വന്നതുകൊണ്ട് അവരുടെ ഒരു ഇൻഡിവിജ്വാലിറ്റി ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് അവർക്ക് എത്രത്തോളം സാധിച്ചിട്ടുണ്ട് എന്നതിനെ കുറിച്ചെല്ലാമാണ് സംസാരിച്ചിരുന്നത്. പക്ഷെ അവരുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നതെന്ന് വെച്ചാൽ വളരെ ചെറുപ്പത്തിലെ തന്നെ ഈ ഒരു പബ്ലിക് ഫിഗർ ആയതുകൊണ്ട് അവർക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്ത് വന്നപ്പോൾ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെ കുറിച്ചിട്ടാണ്. അതായത് കുഞ്ഞിലെ തന്നെ ഒരുപാട് ആളുകളുടെ അറ്റൻഷൻ കിട്ടുന്നത് കൊണ്ട് അതൊരു പബ്ലിക് ഫിഗർ ആണ് എന്നതുകൊണ്ടാണ് ആ അറ്റൻഷൻ എന്ന് ചിന്തിക്കുന്നതിന് പകരം അവർക്ക് എന്തോ പ്രശ്നമുള്ളത് കൊണ്ടാണ് എന്ന് ചിന്തിച്ച് ആൾക്കാരിൽ നിന്നും ഒഴിഞ്ഞു മാറാനും അവരുടെ കോൺഫിഡൻസിനെ തന്നെ അത് ബാധിക്കുന്ന രീതിയിലേക്ക് മാറാനുമായിട്ടാണ് തുടങ്ങിയത്. കുഞ്ഞിലെ മറ്റു കുട്ടികൾ, അവരുടെ പ്രായത്തിലുള്ള മറ്റു കുട്ടികൾ എൻജോയ് ചെയ്തിരുന്ന പ്രിവിലേജസ് ഒന്നും അവർക്ക് കിട്ടുന്നില്ല, അതെന്തുകൊണ്ട് എന്നുള്ള ഒരു ചോദ്യവുമായിട്ടായിരുന്നു ആ കുട്ടി വളർന്നു വന്നത്. സേഫ്റ്റി ഇഷ്യൂസ് വീട്ടുകാർ പറയുമ്പോഴും 6-7 വയസ്സുള്ള ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അതിന് വേണ്ടുന്നത് കളിക്കാനും കൂട്ടുകാരുമായിട്ടുള്ള ഒരു സമയവുമായിരിക്കാം. സോ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്ന ചൈൽഡ് ആർട്ടിസ്റ്റുകളുടെ അവസ്ഥ ഇതായിരുന്നു എന്നുണ്ടെങ്കിൽ അത് ഇന്നും അവരുടെ ഒരു പേഴ്സണാലിറ്റീനെയും അവരുടെ ഒരു ബിഹേവിയേഴ്സിനെയും എല്ലാം അതേ രീതിയിൽ തന്നെ ബാധിക്കുന്നു എന്നുണ്ടെങ്കിൽ ഇമാജിൻ ഇന്ന് ഇത്രയും നമ്മളുടെ ചുറ്റും സോഷ്യൽ മീഡിയ ഇത്രയും ഫ്ലറിഷ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സമയത്ത് ഏതും ഒരു ഫിംഗർ ടിപ്സിൽ കിട്ടുന്ന സമയത്ത് ഈ കുഞ്ഞിന് വെക്കുന്ന ഈ ഒരു ആഘാതം എത്രത്തോളം ആയിരിക്കാം എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? സാൻഡ്ര തോമസ്, ഫേമസ് പ്രൊഡ്യൂസർ, അവരുടെ മക്കൾക്ക് വേണ്ടിയിട്ട് തുടങ്ങിയിരുന്ന ഒരു യൂട്യൂബ് ചാനൽ അവർ നിർത്താനിടയായ ഒരു കാരണവും മറ്റൊരു ഇന്റർവ്യൂ പറയുന്നത് കേട്ടിരുന്നു. അതായത് അവരുടെ കുട്ടികളുടെ ലൈഫ് മറ്റ് സൊസൈറ്റിയിലുള്ള ആളുകൾ ഡിക്റ്റേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. കുഞ്ഞുങ്ങളോടുള്ള സ്നേഹം കൊണ്ടായിരിക്കാം, പക്ഷെ ആ അറ്റൻഷൻ കുഞ്ഞുങ്ങൾക്ക് കിട്ടിയത് അവരെന്തോ ആണ്, അവർക്ക് എന്തോ ഒരു സംഭവം ഉണ്ട് എന്നെല്ലാം ചിന്തിക്കാൻ തുടങ്ങുന്നതും അതും അവരുടെ ഒരു സെൽഫ് കോൺഫിഡൻസിനെയും അല്ലെങ്കിൽ അവരുടെ ഒരു ഈഗോനെയും ഒക്കെ ബാധിക്കാൻ തുടങ്ങുമോ എന്നുള്ള ഒരു സ്റ്റേറ്റിൽ എത്തിയപ്പോഴാണ് അവർക്ക് അതും നിർത്തേണ്ടതായിട്ട് വന്നത്. സോ ക്ലിയർ കട്ട് ആയിട്ടുള്ള ബൗണ്ടറീസ് കുട്ടികളുമായിട്ട് നമ്മൾ ഈ സോഷ്യൽ മീഡിയയും അല്ലെങ്കിൽ അവരുടെ കരിയറും എല്ലാമായിട്ട് വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ വളർന്നു വരുന്ന നമ്മളുടെ ചൈൽഡ് ആർട്ടിസ്റ്റുകൾ, നമ്മൾ എത്രയോ കൊഞ്ചിക്കുന്ന എത്രയോ സ്നേഹിക്കുന്ന കുട്ടികളാണ് അല്ലെ, അവരുടെയൊക്കെ അഭിനയം കാണുമ്പോൾ നമ്മളിങ്ങനെ അന്താളിച്ച് നിന്ന് പോവാറുണ്ട്. സോ ആ കുട്ടികളുടെ ലൈഫിൽ ഏൽക്കാൻ സാധ്യതയുള്ള ഇത്തരം വലിയ വലിയ പ്രശ്നങ്ങളിൽ നിന്നും അവരെ നമുക്ക് മാറ്റി നിർത്താനായിട്ട് ശ്രമിക്കാം. ഇവരുടെ ഉള്ളിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടാകും ഡെഫിനറ്റ്ലി, പക്ഷെ ആ കോൺഫിഡൻസും ഓവർ കോൺഫിഡൻസും തമ്മിലുള്ള ഒരു തിൻ ലൈൻ ആയിരിക്കും ഉള്ളത് അല്ലേ. സോ എക്സസീവ് പ്രൈഡ് ഉണ്ടാവാതെ ആ കോൺഫിഡൻസിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് എങ്ങനെ പോകണം എന്ന് അവരെ പഠിപ്പിക്കേണ്ടതുണ്ട്. ഒരുപാട് ആളുകളുടെ പ്രൈസും ഒക്കെ കിട്ടിക്കഴിയുമ്പോഴത്തേക്കും അവർക്കൊരു എക്സസീവ് സെൻസ് ഓഫ് സെൽഫ് അവയർനെസ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഞാൻ എന്തോ ആണ് എന്നൊരു ഭാവത്തിലേക്ക് അവർ പോയേക്കാം. എന്നാൽ അങ്ങനെ വരുന്ന ഒരു കുട്ടിക്ക് ഒരു പക്ഷേ കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ക്രിറ്റിസിസംസ് പോലും എടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്കും പോകാൻ സാധ്യതയുണ്ട്. സോ ക്രിറ്റിസിസം എപ്പോഴും ഹെൽത്തി ആയിട്ട് വെക്കുകയും അവരെ എല്ലാത്തിനും ആ ഒരു ബാലൻസ് ചെയ്യാനായിട്ട് പഠിപ്പിക്കുകയും കുഞ്ഞുനാളിലെ തന്നെ ചെയ്യേണ്ടുന്ന കാര്യമാണ്. സോ ഇതിൽ നിന്നുമെല്ലാം അവരെ ഓവർകം ചെയ്ത് വരുത്തണമെങ്കിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ മറ്റ് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഇഷ്യൂസിൽ നിന്നുമെല്ലാം അവർക്ക് അവരുടെ ഒരു സെൽഫിനെ പ്രൊട്ടക്ട് ചെയ്യാനും അറ്റ് ദ സെയിം ടൈം അവർക്ക് അവരുടെ ഒരു പാഷനെയും അല്ലെങ്കിൽ അവരുടെ ഒരു കഴിവിനെയും പ്രോത്സാഹിപ്പിക്കാനായിട്ട് ആസ് പാരൻസ് അല്ലെങ്കിൽ അവരുടെ ഗാർഡിയൻസ് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാം എന്ന് നോക്കാം. സോ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ കുട്ടികളുമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നത് വളരെ അത്യാവശ്യമാണ്. ഹൗ ദേ ഫീൽ അബൌട്ട് ദംസെൽഫ്, അവർക്കിപ്പോൾ ഓരോ ഇത് കഴിയുമ്പോഴും ഓരോ സിറ്റുവേഷൻസ് കഴിയുമ്പോഴും ഇപ്പോൾ ഇന്റർവ്യൂസിന്റെ കാര്യത്തിലായിക്കോട്ടെ എന്തിലാണെങ്കിലും അവർക്ക് അതിനെപ്പറ്റി എന്ത് ഫീൽ ചെയ്തു എന്നുള്ള ഒരു കാര്യത്തിനെ പറ്റി ഓപ്പൺ ആയിട്ട് അവർക്ക് സംസാരിക്കാനായിട്ടുള്ള ഒരു സ്പേസ് കൊടുക്കുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
കുഞ്ഞുങ്ങളുടെ സെൽഫ് വർത്ത് അവർ ഡിറ്റർമിൻ ചെയ്യുന്നത് പബ്ലിക് ആക്സെപ്റ്റൻസിലൂടെ മാത്രമല്ല എന്നത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടതും ഇമ്പോർട്ടൻ്റ് ആണ്. സോ അവരുടെ ഒരു സെൽഫ് ഡെവലപ്മെന്റിന്റെ ഇമ്പോർട്ടൻസും അങ്ങനത്തെ കാര്യങ്ങളിലേക്കെല്ലാം അവരുടെ ശ്രദ്ധ നമുക്ക് തിരിച്ചു പിടിക്കാവുന്നതാണ്. പബ്ലിക് ഇൻട്രാക്ഷൻസും മീഡിയ ഇൻട്രാക്ഷൻസും തമ്മിലുള്ള ഒരു ക്ലിയർ ബൗണ്ടറീസ് ഇവർക്ക് വേണ്ടി സെറ്റ് ചെയ്യണം. സോ പാരൻസിന്റെ നേതൃത്വത്തിൽ മാത്രമേ ഇവരോടുള്ള ചോദ്യങ്ങളാണെങ്കിലും അല്ലെങ്കിൽ അവരുടെ പ്രതികരണങ്ങളാണെങ്കിലും നമ്മൾ അവരെ ഡയറക്റ്റ് ചെയ്യുന്നു എന്നതിലുപരി ഇവരുടെ ഒരു നേതൃത്വത്തിൽ മാത്രമേ അത് നടക്കാവൂ എന്ന തരത്തിലുള്ള ഒരു ക്ലിയർ ബൗണ്ടറീസ് എല്ലാ പാരൻസും ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. ഇതൊന്നുമല്ല, കുഞ്ഞുങ്ങൾക്ക് അവരുടേതായിട്ടുള്ള വിഷമങ്ങൾ ഉണ്ടായിരിക്കാം, അവരുടേതായിട്ടുള്ള സ്ട്രെസ് ഉണ്ടായിരിക്കാം. സോ അത്തരം സമയങ്ങളിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ഹെൽപ്പ് സീക്ക് ചെയ്യാനായിട്ടും നിങ്ങൾ മടിക്കരുത്. ആവശ്യമെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിന്റെ സേവനം, ചൈൽഡ് സൈക്കോളജിസ്റ്റുകളുടെ സേവനം നിങ്ങൾക്ക് തേടാവുന്നതാണ്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഈ പറയുന്ന പബ്ലിക് ഒപ്പീനിയൻസ് എല്ലാം പറയുന്നത് ടെമ്പററി ആണെന്നും നോ മാറ്റർ വാട്ട് അവരുടെ കൂടെ നമ്മൾ ഉണ്ട് എന്നുള്ള ചേർത്ത് പിടിച്ച് അവരെ അതിന് പ്രാപ്തരാക്കുകയും ചെയ്യണം. ഇത്തരം റെലവൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് കുഞ്ഞുങ്ങളെ ഏറ്റവും അധികം ബാധിക്കുന്ന ഒരു കാര്യം, അവരുടെ വളർന്നു വരുന്ന ഓരോ ഘട്ടത്തിലും അവരെ ബാധിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം. സോ നമ്മൾ വിചാരിക്കും ഈ കുട്ടികൾക്ക് ബാക്കിയുള്ള നോർമൽ കുട്ടികളെ വെച്ചിട്ട് നോക്കുമ്പോഴത്തേക്കും എന്തൊക്കെ സുഖസൗകര്യങ്ങളാണ് എന്നൊക്കെ വിചാരിച്ചേക്കാം. പക്ഷെ അവർ നേരിടുന്ന സ്ട്രെസ് ഇസ് ഡിഫറെൻറ്റ്, അതും വാലിഡ് ആണ്. അതിനെ നമ്മൾ വാലിഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. സോ സ്റ്റോപ്പ് ചൈൽഡ് മെന്റൽ അബ്യൂസ്.